മലപ്പുറം തേഞ്ഞിപ്പാലത്ത് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ 2 പേർ പിടിയിൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് വാറന്റ് പ്രതി ഉൾപ്പെടെ പിടിയിലായത്. വലിയപറമ്പ് സ്വദേശി റിയാസ് എന്ന ചോര റിയാസ്, പുളിക്കൽ സ്വദേശി മുജീബ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് MDMA വിൽപ്പനയ്ക്കായി ഉപയോഗിച്ച കാറും പിടികൂടിയിട്ടുണ്ട്. സോണൽ കൃഷ്ണ വിവരങ്ങൾ നൽകും. സോണൽ, ഈ പ്രധാനമായും ഈ ലഹരി കച്ചവടക്കാർ ലക്ഷ്യം വെക്കുന്നത് അത് സ്കൂൾ കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികളെയാണ്. ഈ ഓപ്പറേഷൻ തൂഫാനും ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ പിടിയിലായിരിക്കുന്നവർ ആരാണ്? ഇവർ സ്ഥിരം ലഹരി കച്ചവടക്കാരാണോ? ഷിയാസ്, പ്രധാനമായി ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടാണ് അന്വേഷണം ഡാൻസ് ഓഫും അതുപോലെ തന്നെ തേഞ്ഞിപ്പാലം പോലീസും ചേർന്ന് വ്യാപിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് സമീപത്ത് വെച്ച ലഹരിയുമായി MDMAയുമായി 2 പേരെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇവരിൽ നിന്ന് കുറഞ്ഞ അളവ് MDMAയും അതോടൊപ്പം ഇവർ സഞ്ചരിച്ചിരുന്ന കാറും പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ 2 പേരും സ്ഥിരം ക്രിമിനലുകളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിടിയിലായിട്ടുള്ളത് വലിയപറമ്പ് സ്വദേശിയായിട്ടുള്ള റിയാസ് എന്ന ചോര റിയാസും അതോടൊപ്പം പുളിക്കൽ സ്വദേശിയായിട്ടുള്ള മുജീബുമാണ് പിടിയിലായിട്ടുള്ളതിൽ. മുജീബിനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഏകദേശം 40ഓളം കേസുകളിൽ പ്രതിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കാലിക്കറ്റ് സർവകലാശാല കേന്ദ്രീകരിച്ചും പരിസര പ്രദേശങ്ങളിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ആണ് ഇവരുടെ വിൽപ്പന നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് വലിയ രീതിയിൽ MDMA കൊണ്ടുവന്ന് അത് ചെറിയ തോതുകളിലാക്കി പാക്കറ്റുകളിലാക്കി ഈ കാറിൽ സഞ്ചരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതാണ് ഇവരുടെ രീതി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ 2 പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. ഇതിന് പുറകിലുള്ള മറ്റു പ്രതികളെ കൂടി പിടികൂടാനുള്ള പരിശ്രമത്തിലാണ് നിലവിൽ ഡാൻസ് ഓഫ് സംഘവും തേഞ്ഞിപ്പാലം പോലീസും ഉള്ളത്. ഷിഹാസ. ശരി, സോണൽ കൃഷ്ണ.